ജനത്തിൻ്റെ മുറിവ് കെട്ടുന്നു. ദ ലോർഡ് ബൈൻഡ്സ് അപ്പ് ദ ബ്രൂയിസസ് ഓഫ് ഹിസ് പീപ്പിൾ. നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം ഇന്ന് ഉത്തരം തരും. നിശ്ചയമായിട്ടും ദൈവം ഉത്തരം തരും. കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുൻപേ ഉത്തരം തരുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയി ആ വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ മരുഭൂയാത്രയിൽ ദൈവം വെള്ളം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നതും അവസാനം കനാൻ ദേശത്ത് എത്തിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായി. ഇന്ന ദിവസം കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കും. കാരണം ദൈവസ്നേഹത്തിന് അതിരില്ല. നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നോ അതിൽ കൂടുതലായിട്ട് ദൈവം നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ കുറേ കുടുംബങ്ങൾക്ക് ഇന്ന് വിടുതലിൻ്റെ ദിവസമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നു. യെശയ്യാ 30, യെശയ്യാ 40 അധ്യായങ്ങളിലെ വാക്യങ്ങളാണ് ദൈവം എടുക്കാൻ പറയുന്നത്. നമ്മൾ 30 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യെരൂശലേമ്യരായ സിയോൻ നിവാസികൾ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്ന ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഉത്തരം തരികയാണ്. നീ എങ്ങനെ പോകുന്നു? നിൻ്റെ മക്കൾ ഏത് വഴിയെല്ലാം പോകുന്നു? അനേക കുടുംബങ്ങളുടെ മക്കളുടെ കള്ളു കുടിക്കുന്ന ഡ്രഗ്സ്, കൂട്ടുകെട്ട് എല്ലാം അഴിച്ചു മാറ്റുന്നൊരു ദിവസമാണിന്ന്. പ്രഖ്യാപനമാണ്. കർത്താവ് പറയുന്നത്, ഓർഡർ ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് മീ. എൻ്റെ പേര് പറഞ്ഞ് അധികാരത്തോടെ എഡിക്റ്റ് പാസ് ചെയ്യാൻ കഴിവുള്ളവർ കുറവാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയാം, മതി, ഇത്ര മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിൽക്കുകയാണ്. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഒത്തിരി പ്രയാസമുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമയത്തിൽ വലിയ പ്രയാസം വന്നു കഴിഞ്ഞപ്പം നമ്മൾക്ക് ഇടത്തും ഈ മനുഷ്യർ നമ്മൾ ഉന്നത പദവിയിലോട്ടല്ലേ ഉയർന്ന് നിൽക്കുമ്പോൾ മനുഷ്യന് ജലസിയുണ്ട്. അതൊരു വളരെ സത്യമാണ്. ജലസി എന്ന് പറഞ്ഞാൽ ആത്മീക ജലസിയല്ല, ജഡീക ജലസിയാണ്. അന്ന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉന്നത പദവിയിൽ നിൽക്കുമ്പോൾ മനുഷ്യർക്ക് അതിന്മേൽ ജലസി വരും. അത് പിശാചിൻ്റെ തന്ത്രത്തിൽ വീഴുന്നതാണ്. പക്ഷെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആളുകൾ എന്തോ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളോടെന്തോ വിദ്വേഷമല്ല പോലെ നമുക്ക് തോന്നിക്കും. കാരണം അങ്ങനെയാണ് ലോകം. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, കർത്താവ് വന്ന് ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ കാണിച്ചു. അതോടുകൂടി ബന്ധനം അഴിക്കുകയാണ്. മഴ പെയ്യുന്നത് പോലെയുള്ളത് നിർത്താൻ അപ്പച്ചന് ഒറ്റ, ഈ സോങ്ങിലൊക്കെ മ്യൂസിക് കണ്ടക്ടേഴ്സ് നിർത്താൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പോലെ അത് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേക കുടുംബങ്ങൾക്ക് ഇന്ന് വരെയുള്ള പ്രയാസങ്ങൾക്ക് ദൈവം ഒരു നിർത്തലിൻ്റെ ദിവസമായിട്ട് പ്രഖ്യാപിക്കുന്നു. മതി, ഇതുവരെ മതിയെന്ന് അതിര് വരച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. വിശ്വസിക്കുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ടിപ്പം വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നത് എൻ്റെ ഒരു മെയിൻ ജോബായിട്ട് ദൈവം തന്നിരിക്കുക, അസൈൻമെൻറ്റാണ് എനിക്ക്. ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ എൻ്റെ വചനം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ട് ആൻറ്റി എനിക്ക് വേണ്ടിയാണത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് നടന്നു തന്നെ കാണും. എത്ര പ്രയാസമുള്ളതിൽ അവർക്കതിൽ ഉത്തരം കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ പല കുടുംബങ്ങൾ എന്നെ വിളിക്കാറുണ്ട്. നല്ല വർഷങ്ങളായിട്ടുള്ള ബന്ധം അതിന്മേലെ നിൽക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ദൈവപുരുഷന്മാരിലും ദൈവ സ്ത്രീകളിൽ കൂടി ഒഴുകുമ്പോൾ ആ ചാനലിനടിയിൽ വന്ന് നിന്ന് കഴിഞ്ഞോ നമുക്ക് കിട്ടും. പിന്നെ എന്താണ്, മുടിയനായ പുത്രൻ്റെ കൂട്ട് ഓടി നടക്കുന്നവരെ കർത്താവ് കണ്ടുപിടിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റ് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്, വേട്ടപ്പട്ടിയുടെ കൂട്ട് നമ്മുടെ പുറകെ നടന്ന് നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവം. ഇത്ര വലിയ സ്നേഹമുള്ള ഒരു ദൈവത്തെ നമ്മൾ അറിയുന്നില്ല എങ്കിൽ സങ്കടം. അറിയും, ഒരു കാലത്ത് അറിയും. പക്ഷേ ജീവിതകാലം മുഴുവനും അലഞ്ഞ് നടഞ്ഞേച്ച് ലാസ്റ്റ് മിനിറ്റിൽ അറിഞ്ഞാൽ യു ഹാവ് വെരി ലിറ്റിൽ ടൈം ടു ഡു ദ ഗുഡ് വർക്ക് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് കിരീടം കിട്ടേണ്ട പല ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കാതെ പോകും. അങ്ങനെ ഉണ്ടാകരുത്. ഇന്ന ദിവസം മതി, ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞാൽ മതി, നിർത്തുകയാണ്. കണ്ടിട്ടുണ്ടോ ജീവിതം? നമ്മൾ പലരോട് ഞാനിപ്പം ആത്മാവ് പറയുന്നതാണ്, മക്കളോട്
അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷെ നമ്മൾ പറയുകയാണ് ഞാനൊരു വര വരയ്ക്കുന്നു ഇവിടെ, ഈ വരയ്ക്കപ്പുറം പോകാനൊക്കത്തില്ല. വര വരയ്ക്കാൻ നമുക്ക് അധികാരമുണ്ട്. ഇന്നത്തെ കാലത്ത് അപ്പനും അമ്മയും കൊച്ചുമക്കളെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ കൂടുതൽ ലാളിച്ച് വളർത്തി ഇപ്പോൾ അവരല്പം ഒന്ന് ദേഷ്യപ്പെട്ട മുറിക്കകത്തോട്ട് കയറിയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൊണ്ടവർ, ഞാൻ ഓർക്കുന്നു എൻ്റെ മക്കളൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറയും, അത് മുറിക്കകത്തോട്ട് പോവുകയാണെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം കുറച്ച് നേരം. എന്താ വായിച്ചതെന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് പറയുകയും വേണം. ഇതൊക്കെയാണേലും പ്രയാസങ്ങൾ വരും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ഇൻസ്റ്റിലിങ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അകത്ത് നന്മയിലും തിന്മയിലും ശിക്ഷണത്തിലും അനുസരണ സമയത്തും ഈ ഒരു വാക്യങ്ങളാണ് നമ്മളെ നടത്തുന്നത്. കാരണം ഈ വേദപുസ്തകത്തിൽ നമ്മളെക്കുറിച്ചുള്ളത് എല്ലാത്തിനും ഉത്തരമുണ്ട്. ആ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ട്രഷേഴ്സ് വായിച്ച് നമ്മുടേതാക്കിയെടുക്കണം. ഇതിൽ കൂടുതലായിട്ടൊന്നും ജീവിതത്തിൽ അറിയേണ്ട ആവശ്യമില്ല. അറിയണമായിരുന്നെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചേനേമായിരുന്നു. കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ നിന്ന് വന്ന് പഠിച്ചെടുക്കുക, എനിക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിവുള്ള ദൈവമാണ്. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം. നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഏറ്റവും നല്ലതായിട്ട് ഷൈൻ ചെയ്യുന്നത് എനിക്കറിയാം. അതിൽ വരിക. ആ ഒരു അടുക്കും ചിട്ടയും വന്നു കഴിഞ്ഞാണ്ടല്ലോ വീട്ടിൽ അടുക്കും ചിട്ടയും വരും. പിന്നെ ദൈവദൂതന്മാർ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഫാദർ മരിച്ചപ്പോൾ, അന്നേരം ഇത്രയും വചനത്തിലായിട്ടില്ല, അപ്പം നമ്മൾ സൗദിയിലാണ്. അവർ മരിച്ച സമയത്ത് ഞാൻ അവധിക്ക് ഓടി വന്നു, ഫാദറിൻ്റെ മരണത്തിൻ്റെ സമയം. ഞാൻ ഓർക്കും, നമുക്ക് ഈ നാട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലാണ്, കുറേ നാളത്തായിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് കർത്താവ് ഒരു 10 സൈഡിലോട്ട് വിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് ഇതേ ചെയ്യാനായിട്ട് പറയുന്നത് ഞാൻ കണ്ടു. എന്താ? അവൻ എല്ലാത്തിനും ആളുകളെ ഒരുക്കി വെച്ചു. നമ്മൾ കർത്താവിനോട് എത്രമാത്രം അടുത്തിരിക്കുന്നു അത്രമാത്രം അവൻ്റെ ബന്ധം നമുക്കറിയാൻ സാധിക്കും. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരുന്നത് നമുക്ക് ചെറുതും വലുതിലും അവൻ മതിയായവനാ. 26-ാം വാക്യം 30-ൻ്റെ തന്നെ, യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ, എപ്പോഴാണ് യഹോവ നമ്മളുടെ മുറിവ് കെട്ടണം, അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയും സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെയും 7 ഇരട്ടിയായിരിക്കും. അപ്പം നമുക്ക് ചന്ദ്രൻ്റെ പ്രകാശം സൂര്യപ്രകാശം പോലെയും, അപ്പം പിന്നെ ഇരുട്ടില്ലല്ലോ. സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെയും നിന്നാൽ എവിടെയാണ് ദുഷ്ടചിന്തകൾ കയറി വരാൻ ഒക്കുന്നത്? ദുഷ്ടചിന്തകൾ ഇരുട്ടിലേ പ്രവർത്തിക്കത്തുള്ളൂ. കള്ളൻ ഒളിച്ചിരുന്നേ പ്രവർത്തിക്കത്തുള്ളൂ. വെളിച്ചമുള്ളിടത്തോളം കാലം കള്ളൻ അവിടെ സ്ഥാനമില്ല. വെളിച്ചമെന്ന് പറയുന്നത് യഥാർത്ഥ വെളിച്ചം ദൈവമാണ്. ആ ദൈവ വെളിച്ചം ഉള്ളിൽ വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ആ ആത്മാവിൻ്റെ ഒരു തീഷ്ണതയാണ്. അതായത് നമുക്കെല്ലാവർക്കും എൻ്റെ റൂട്ട്, അതായത് ഞാൻ എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ റൂട്ടെന്നും പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വളരെ ഫേമസ് ആയിരുന്നു കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും പലരും വായിക്കുന്നുണ്ടത്. അമേരിക്കയിൽ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ വിചാരിക്കുകയാണ്, എൻ്റെ പിതാക്കന്മാർ എവിടുന്ന് വന്നു എന്നറിയാൻ വേണ്ടി അദ്ദേഹം പുറകോട്ട് പോവുകയാണ്. ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോയിട്ട് അന്നത്തെ സ്ലേവറിയും ആ സ്ലേവ്സായിട്ട് ഷിപ്പിലൊക്കെ കഷ്ടപ്പെട്ട് അവരെ തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് സ്ലേവായിട്ട് വിൽക്കുന്നതും അങ്ങനെ ഒരു ആൻസെസ്ട്രൽ ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്നതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നമ്മുടെ റൂട്ട് അറിയണമെന്ന്? ദാറ്റ് ഈസ് അവർ നേച്ചർ, ദാറ്റ്സ് ഇൻബെഡഡ് ഇൻ us. അത് നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ഇവിടെ വെച്ചല്ല നമ്മുടെ റൂട്ട്. വി ആർ സ്പിരിറ്റ് ബീയിങ് ഹാവിങ് എ സ്മോൾ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ ഷോർട്ട് പീരിയഡ്. അതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവുള്ള മക്കളാണ് ഈ ഭൂമിയിൽ കുറേ കാലം ജീവിക്കുന്നേ ഉള്ളൂ. വി ഡോണ്ട് ബിലോങ് ഹിയർ. നമ്മൾ കുറച്ച് കാലത്തേക്ക് ജീവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നാളെ നമ്മൾ കാണുമെന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ നിന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒന്നും കൊണ്ടുപോകാനും ഒക്കത്തില്ലല്ലോ. കൊണ്ടുപോകാനും ഒക്കാതെ നമ്മൾ എന്തെല്ലാം കൂട്ടി വെച്ചേന്, ഒന്നും കൊണ്ടുപോകുന്നില്ല. വി ആർ ആക്ച്വലി സിറ്റിസൻസ് ഓഫ് ദി ഹെവൻ. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ മക്കളാന്നുള്ള ബോധം വരുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുന്നുള്ളൂ. അല്ലാത്തപ്പോൾ ജീവിതം ഇരുട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്.
അങ്ങനെയുള്ളവർക്ക് ആശ്വസിപ്പിക്കുന്ന വചനം കടന്നു വന്നിട്ട് ദൈവം പറയാണ്, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, നിൻ്റെ കരച്ചിൽ തീർന്നിരിക്കുന്നു, നിൻ്റെ മുമ്പിലുള്ള വലിയ പർവ്വതം ഇതാ പൊടി പോലെ മാറിപ്പോവുകയാണ്. പർവ്വതങ്ങൾ, കുന്നുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊടി പോലെ പറപ്പിച്ച് കളയുന്ന ഒരു ദൈവം. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില വലിയ പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് അങ്ങ് മാറിയെന്ന്. വർഷങ്ങളെടുത്ത് കാണും. പക്ഷെ പരിഹരിച്ച് കഴിയുമ്പോൾ അതൊരു പ്രശ്ന പരിഹാരം ദൈവം തമ്പുരാൻ പിന്നെ ആ ഒരു മല അവിടെ കാണുകയില്ല. അങ്ങനെയല്ലേ പലരുടെയും ജീവിതത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞതായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഇടതുവശത്തുള്ള, ഇപ്പം മുൻവശത്ത് റോഡ് സൈഡിൽ നോക്കണം, ഇടതുവശത്ത് ഉള്ള സ്ഥലത്ത് ഒരു അതിരുണ്ട്. അവിടെ എപ്പോഴും അപ്പുറത്തുള്ള വീട്ടുകാരമ്മ വഴക്കുണ്ട്. നമ്മുടെ അമ്മയുമായിട്ട് അവർക്ക് എപ്പോഴും വഴക്കാണ്. എപ്പോഴും എൻ്റെ കൊച്ചിലാണ് എപ്പോഴും വഴക്കാണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയും, അവിടെ ഒരു ചെറിയ മുള്ളുവേലിയുണ്ട്, പക്ഷേ എന്നാലും വഴക്കാണ്. അപ്പോൾ അമ്മ എപ്പോഴും എൻ്റെ ഫാദറിനോട് പറയുമ്പോൾ അവിടെ ഒരു മതിൽ കെട്ടണം. പക്ഷേ ഫാദർ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് നേരെയില്ല, അദ്ദേഹം നോക്കിയിട്ടില്ല. പക്ഷേ അപ്പൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഒരു സമയത്ത് ആ മതിൽ കെട്ടിച്ചു. 3 ദിവസം കൊണ്ട് ആ മതിൽ മുഴുവൻ പണിത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 18 വർഷം വഴക്കുണ്ടാക്കിയത് ഈ ഒരു മതിൽ കെട്ടാൻ വേണ്ടിയായിരുന്നു. 3 ദിവസം കൊണ്ട് ഇത് പണിത് തീർത്തു. ആ 3 ദിവസം പണിയാനുള്ള മതിലിന് 18 വർഷത്തെ സ്ട്രഗിളാണ്. ബിക്കോസ് വി ഡോണ്ട് ട്രസ്റ്റ് ഗോഡ്. അതാണ് പല കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യേണ്ടി പോലെ ചെയ്യണം, അല്ല ഇത് ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്, ഇത് അങ്ങനെയാണെ അങ്ങനെ ആട്ടെ എന്ന് വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്തതിനാൽ അത് കലഹത്തിൻ്റെ ജലമായി മാറുന്നു. ഇതുപോലെ എത്രയോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഭവനങ്ങളിൽ വഴക്കുണ്ടാക്കുന്നത്. ഒരാളൊന്ന് താഴാൻ ഞാൻ എപ്പോഴും ഇതൊക്കെ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ എൻ്റെ പിള്ളേരോട് തന്നെ എന്നോടും പറയും, ഒരാളെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ ഒത്തിരുന്നെങ്കിൽ, ഒരാളെങ്കിലും. അത് അവനവനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഐ നീഡ് ടു ക്രൂസിഫൈ മൈ സെൽഫ്. എന്നിലുള്ള ജഡത്തിനെ, അത് എൻ്റെ സുഖം, മറ്റേ ആളുടെ വേദന അറിയുന്നില്ല. അതായത് മരുഭൂമിയിൽ ജനത വെള്ളമില്ലാതെ വേദനിക്കുമ്പം അവരുടെ ഊട്ട് തന്നെ വെള്ളം കിട്ടാതാണ് മോശ നിൽക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഒരു ഭാര്യ ഭർത്താക്കോ അല്ലെ അപ്പനും അമ്മയും മക്കളെ വഴക്കുണ്ടാക്കുമ്പം ഞാനും വിഷമിക്കുന്ന പോലെ അവർക്കും വേറൊരു സൈഡിൽ വിഷമമുണ്ട് എന്ന് ചിന്തിക്കാമെങ്കിൽ കലഹം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല. വി ബിക്കം വെരി സെൽഫിഷ്. അതാണല്ലോ പിശാചിന് ആവശ്യം. പക്ഷെ നമ്മൾ ഇന്ന് പറയുക, ഏത് പ്രശ്നമായിക്കോട്ടെ ദൈവമേ ഞാൻ നിന്നിൽ സമർപ്പിക്കുകയാണ്. നീ പറഞ്ഞല്ലോ ഇനിയും കണ്ണുനീരിൻ്റെ ആവശ്യമില്ലെന്ന്. പിന്നെ ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുക്ക് ചന്ദ്രൻ സൂര്യനെ പോലെ, സൂര്യൻ 7 പകലുള്ള സൂര്യൻ്റെ പ്രകാശത്തിൽ പ്രകാശിക്കുമ്പോൾ അവിടെ ഉത്തരയില്ലാതിരിക്കത്തില്ല. ദൈവം വെളിച്ചമാകുന്നു. അവൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്ക് അവൻ്റെ സന്തോഷത്തിൽ അനുഭവം ദൈവം തരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത് കരുതുന്ന ഒരു സ്നേഹം, അത് അനുഭവിക്കാതെ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും അവിടുന്ന് എല്ലാം ചെയ്തു വെച്ചാലും എന്തോ ഒരു മതിൽ പോലെ ഞങ്ങളും നീയുമായിട്ട് ഇടയ്ക്ക് ഉണ്ടപ്പിച്ച. അത് പലപ്പോഴും ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മതിലുകളാണ്. ആ മതിലുകൾ ഇടിഞ്ഞു പോകണം. ആ മതിൽ ഇടിയണം ഇന്ന് കർത്താവ്, ഇടിഞ്ഞു പോകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നദി അതിൽ കൂടെ ഒഴുകണം കർത്താവേ. എത്ര കല്ലുപോലുള്ള ഹൃദയം മാംസളമാക്കാൻ നിനക്ക് 1 നിമിഷം മതി. അച്ഛൻ്റെ ചൂട് രക്തം ഒരു തുള്ളി ഒഴിച്ചാൽ കഴുകാൻ വയ്യാത്ത ശാപമോ പാപമോ രോഗമോ വേദനയോ ഈ ഭൂമിയിലില്ല. അനേക മക്കൾക്ക് ഇതൊരാശ്രയത്തിൻ്റെ വചനമായിട്ട് കടന്നു ചെല്ലണം. അപ്പച്ച, എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഭാരപ്പെടുന്നത്? എൻ്റെ ദൈവം കൂടെ ഉണ്ടായിട്ട് എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് തുറന്നു കൊടുക്കണം അപ്പച്ചൻ. അവരുടെ ചെവികളിൽ കൂടെ നിൻ്റെ ശബ്ദം കടന്നു ചെല്ലണം. അവരുടെ ഉള്ളിൽ നിന്ന് ജീവനദി പുറത്തോട്ട് വരുന്നതിന് തടസ്സം നിൽക്കുന്ന അഴിഞ്ഞു പോകട്ടെ. മലകളെ കർത്താവിൻ്റെ സന്നിധിയിൽ വെറും പൊടികളായിട്ട് മാറിപ്പോകുന്നു കർത്താവെ. അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം. ചെങ്കടൽ ആര് മുറിക്കും? ഒരു മോശം മതിയായിരുന്നു. ഒരു ചെറിയ വടിയും കൊണ്ടുപോയി നിന്നു. ഞങ്ങളുടെ കയ്യിൽ എത്രയോ വചനത്തിൻ്റെ വടികളാണ് തന്നിരിക്കുന്നത്. അതെടുത്ത് ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചോട്ടെ. പക്ഷേ നിൻ്റെ വചനമാകുന്ന വാളി ചെന്നിട്ട് മുൻപേ പോയി വഴിയൊരുക്കാൻ ഓർഡർ കൊടുക്കുന്നു. സ്ട്രെയിറ്റൻ ദ പാത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വഴി വിശാലമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വന്നിരിക്കുന്നതിന് സ്തോത്രം. പണ്ടേയുള്ള വാതിലുകളെ തുറക്കട്ടെ. യഹോവ കടന്നു വന്നിരിക്കുന്നു. ദൈവജനത ഒന്നിച്ച് ആ വെളിച്ചത്തിൽ ജീവിക്കട്ടെ. ഇരുട്ടിന് ഇവിടെ സ്ഥാനമില്ല.
നാഥൻ എഴുന്നള്ളി വന്നിട്ട് ഇരുട്ട് മാറ്റി വെളിച്ചം തന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എപ്പോഴാണ് ദൈവ വെളിച്ചത്തിനകത്ത്. അതാ ഈ പ്രയാസം വന്നതിനാൽ നിന്നെ കൂടുതൽ അടുത്തറിയാനും നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാനും ഇതിടയാക്കിയെന്ന് പറയാൻ തലമുറകൾക്കിടയാകട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.